عليكم ورحمة الله وبركاته والصلاة والسلام عليك يا سيدنا يا رسول الله يا سيدي يا رسول الله ആദരവും ബഹുമാനവും നിറഞ്ഞ മുതഅല്ലിമീങ്ങളെ, ഭാരതയുടെ സ്വാതന്ത്ര്യദിനവും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി വിവിധ രീതികളിലായി ആചരിക്കപ്പെടുമ്പോൾ ഇന്ന് അതിരാവിലെ കർണാടക ജമിയത്തുൽ-ഉലമയുടെ നിശ്ചിതനായ നേതാവ്, നമ്മേവരുടെയും അഭിമന്യ ഗുരുവര്യർ ശൈഖുനാ സൈനുൽ ഉലമ മാണി ഉസ്താദിന്റെ കരങ്ങളാൽ ഈ ത്രിവർണ്ണ പതാക ഇവിടെ വെളിക്കളോടൊപ്പം നമ്മുടെ ആഘോഷം തെളിയിപ്പിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, എന്നിൽ മുമ്പ് പ്രഭാഷണം നടത്തിയ പ്രിയ സുഹൃത്ത് രണ്ടാം സ്വാതന്ത്ര്യം ആവശ്യമുണ്ടെന്നും മഹാത്മാഗാന്ധി പുനർജനിക്കട്ടെ എന്നൊക്കെ പറഞ്ഞതിൻ്റെ അർത്ഥം നാം നേരിടുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ പരിഹാരമായി ഗാന്ധികൾ നമ്മുടെ കൂടെ ഉണ്ടാകണമെന്ന വാക്കിന്റെ അർത്ഥമായിരിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പ്രിയപ്പെട്ടവരെ, മുതഅല്ലിമീങ്ങൾ സദസ്സിലുള്ളത് കൊണ്ട് മുതഅല്ലിമീങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരപ്പെടുന്ന ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ വേണ്ടി സംസാരിക്കാൻ ആവശ്യോചിതമായ ഏതെങ്കിലും ഒരു ചെറിയ കാര്യങ്ങൾ, ചിലപ്പോൾ ഏതെങ്കിലും ഒരു കാര്യങ്ങൾ തൊട്ടാൽ അത് പൂർത്തീകരിക്കാൻ കഴിയില്ല എന്നത് നമുക്ക് യാഥാർത്ഥ്യ സത്യമാണ്. ഒരു സ്വാതന്ത്ര്യ പോരാട്ടത്തിന്റെ ഓരോരോ വ്യക്തിയുടെ കഥകളും ചരിത്രങ്ങളും ഇവിടെ വിളിച്ചു പറയുമ്പോൾ നമുക്കൊരിക്കലും കൂടി എവിടെയും അത് പൂർത്തീകരിക്കാൻ കഴിയില്ല. പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളെ, ബേഗം എന്ന ഒരു ഉമ്മക്ക് ജനിച്ചൊരു മകനുണ്ടായിരുന്നു. ഞാൻ ആ വിഷയം അവസാനിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്ക് ഉപസംഹരിക്കുകയാണ്. ബേഗം എന്ന പൊന്നുമോൻ, അദ്ദേഹത്തെയാണ് ഇവിടുത്തെ പ്രഭാഷകന്മാർ, ഇന്നത്തെ വാചാലകന്മാർ വാണോളം ഉയർത്തിക്കൊണ്ട് വിളിക്കുന്ന മൗലാന മുഹമ്മദ് അലി ജൗഹർ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. ആ പേര് വിളിക്കപ്പെട്ട ആ സ്വാതന്ത്ര്യ പോരാളി അതാ തന്റെ പഠനാവശ്യത്തിന് വേണ്ടി വിദേശത്തിലേക്ക് കടന്നു പോകുമ്പോൾ തന്റെ ഉമ്മ തന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്, മോനെ, എനിക്ക് 2 വാക്ക് ബേഗമിന് പറയാനുണ്ട്. ചൗവരിന്റെ ഉമ്മയാകുന്ന ബേഗം, എനിക്ക് നിന്നോട് 2 വാക്ക് പറയാനുണ്ട് പൊന്നുമോനെ എന്ന് പറഞ്ഞപ്പോൾ ഉമ്മയുടെ വാക്ക് സ്വീകരിച്ച് യാത്രയുടെ പടിക്കലിൽ നിൽക്കുന്ന പ്രിയപ്പെട്ട ചൗവരിനെ നെഞ്ചിൽ ചേർത്തുകൊണ്ട് പ്രിയപ്പെട്ട മാതാവ് ബേഗം നെഞ്ചിൽ ചേർത്തുകൊണ്ട് പറഞ്ഞൊരു വാക്കുണ്ട്, മോനെ, നീ പഠിച്ച് എന്തെങ്കിലും ഉണ്ടാക്കി എനിക്ക് എന്തെങ്കിലും ഒരു അസൗകര്യങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വീടോ അല്ലെങ്കിൽ ബംഗ്ലാവോ വീടോ നിർമ്മിക്കണമെന്നല്ല എൻ്റെ ആഗ്രഹവും. ഇവിടെയുള്ള ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പോരാട്ടത്തിൽ എൻ്റെ പ്രിയപ്പെട്ട മകൻ ജൗഹർ ഉണ്ടാകണമെന്നായിരുന്നു പ്രിയപ്പെട്ട മാതാവിന്റെ ആഗ്രഹവും. തീർന്നില്ല, രണ്ടാമത്തെ അവസാനത്തിന്റെ ആഗ്രഹവും കൂടി പറയുകയാണ്, മോനെ, നീ പോകുന്ന സ്ഥലത്ത് നല്ല തണുപ്പുണ്ടെന്ന് എനിക്ക് കേൾക്കാൻ കഴിഞ്ഞു. നീ പഠിക്കുന്ന സ്ഥലത്ത് നല്ല തണുപ്പുണ്ടെന്നറിഞ്ഞു മോനെ. ഞാൻ പഠിപ്പിച്ച ഇബാദത്തുകളിൽ ഏറ്റവും കൂടുതൽ നിന്നെ ഓർമ്മപ്പെടുത്താനുള്ളത് രാത്രി നേരത്ത് നിന്നെ ഉണർത്തി ഞാൻ ചെയ്യിപ്പിക്കുമായിരുന്ന തഹജ്ജുദ് നമസ്കാരം പൊന്നുമോനെ നീ വിടരുത് എന്നായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഉമ്മയുടെ വാക്ക് സ്വീകരിച്ചുകൊണ്ട് പ്രിയപ്പെട്ട ജൗഹർ പഠനാശാലകളിൽ കടന്നു പോവുകയാണ്. ആ കടന്ന സമയത്ത് അവിടുന്ന് എഴുതി വെക്കുന്നത് ചരിത്രകാരൻ എഴുതി വെക്കുകയാണ്. പ്രിയപ്പെട്ട ജൗഹറിന്റെ ചരിത്ര പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഖമറുദ്ദീൻ എഴുതി വെക്കുന്നു. നമുക്കറിയാം, രാത്രിയുടെ ഇബാദത്തിന്റെ കരച്ചലുകൊണ്ട് രാത്രിയുടെ തഹജ്ജുദ് നമസ്കാരത്തിന്റെ കരച്ചിലായിരുന്നു ഖമറുദ്ദീനെ പോലെയുള്ള ആൾക്കാർ എണിച്ചിരുന്നത്. അത്രയും ഭക്തിനിർഭരമായ പ്രാർത്ഥനയും ഇബാദത്തിന്റെയും ഒരു ഉടമയായിരുന്നു പ്രിയപ്പെട്ട മുഹമ്മദ് അലി ജൗഹർ എന്ന് പറയുന്ന ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പോരാളി എന്നത് നാം അറിയണം. നമുക്കറിയാം, 80 രാഷ്ട്രങ്ങളുടെ പ്രതിനിധിമാർ ലണ്ടനിൽ വെച്ചുകൊണ്ട് ഒരു ഒറ്റമേശയുടെ ചർച്ചകളിലേക്ക് കടന്നു വന്നപ്പോൾ
പ്രിയപ്പെട്ട ഒരുപാട് ഇന്ത്യയിൽ നിന്ന് ബുദ്ധിജീവികൾ ഉണ്ടായിട്ട് പോലും മഹാത്മാഗാന്ധിജി അവിടുന്ന് വിളിച്ചു പറഞ്ഞത് മൗലാന പോകട്ടെ എന്നായിരുന്നു, മൗലാന ആ ചർച്ചയിൽ സംബന്ധിക്കട്ടെ എന്നായിരുന്നു. എന്റെ പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളെ, ചരിത്രയുടെ ഏതാനും ഭാഗങ്ങൾ ബാക്കിയുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾ പൂർത്തീകരിച്ചു കൊണ്ട് വായിക്കുക. പരിപൂർണമായ വാക്കുകളൊന്നും ഇവിടെ പറയാൻ കഴിയില്ല. ആ 80 രാഷ്ട്രത്തിന്റെ പ്രതിനിധിമാരുടെ ഒറ്റ മേശയുടെ ചുറ്റിലിരുന്നു കൊണ്ട് ജൗഹർ എന്ന സിംഹക്കുട്ടി സംസാരിക്കുകയാണ്. ആ പ്രതിനിധിമാർ അവിടെ വെച്ചുകൊണ്ട് സംസാരിച്ചപ്പോൾ അവർ പ്രിയപ്പെട്ട ജൗഹറിന് കൊടുത്ത സമയം 5 മിനിറ്റ് ആയിരുന്നു. പക്ഷേ ഇല്ല, എനിക്ക് 5 മിനിറ്റ് മതിയാവില്ല, 35 കോടി ജനങ്ങളുടെ വിഷയം സംസാരിക്കാൻ എനിക്ക് 35 മിനിറ്റ് വേണമെന്ന് പ്രിയപ്പെട്ട ജൗഹർ ആവശ്യപ്പെട്ടപ്പോൾ ആ ഒറ്റ മേശയുടെ ചുറ്റിലിരുന്ന 80 രാഷ്ട്രത്തിന്റെ പ്രതിനിധിമാർക്ക് മനസ്സിലായി ഇതൊരു സിംഹക്കുട്ടിയാണ് ഗർജിക്കുന്നത് എന്ന്. അനുവദിക്കുകയാണ്. പ്രിയപ്പെട്ട ജൗഹർ ആ സമ്മേളനത്തിൽ സംസാരിക്കുന്നു. പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളെ, ഉമ്മയുടെ പൊരുത്തം വാങ്ങിയ, ഗുരുനാഥന്മാരുടെ പൊരുത്തം വാങ്ങിയ പ്രിയപ്പെട്ട മുഹമ്മദ് അലി ജൗഹർ 80 രാഷ്ട്രത്തിന്റെ പ്രതിനിധിമാരുടെ മുമ്പിൽ വെച്ചുകൊണ്ട് തന്റെ സംസാരം ആവർത്തിക്കുകയാണ്, തന്റെ സംസാരം മുന്നോട്ട് പോവുകയാണ്. എല്ലാം സംസാരിച്ചു. മിനിറ്റ് 17 കഴിഞ്ഞു. 18-ാം നിമിഷത്തിലേക്ക് പ്രിയപ്പെട്ട ജൗഹറിന്റെ വാക്കെത്തുകയാണ്. അവിടെ പറഞ്ഞത്, ഇന്ത്യയിൽ നിന്ന് എന്ത് വേണമെങ്കിലും നിങ്ങൾ കൊണ്ടുപോയിക്കോ, ഇന്ത്യയിൽ നിന്ന് എന്താണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾ ഇത് ഇവിടുന്ന് കൊണ്ടുപോകണം, അനുവദിക്കാം. ഇന്ത്യയിലേക്കുള്ളൊരു സംസ്കാരമുണ്ട്, ഇന്ത്യയിലേക്കൊരു സ്വഭാവമുണ്ട്, അതിവിടെ വിട്ടുപോകണം. അതെന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതാണെന്ന് പറഞ്ഞപ്പോൾ മിസ്റ്റർ ജോർജ് മേശക്ക് തട്ടിക്കൊണ്ട് പറഞ്ഞു, ജൗഹറെ, മിണ്ടിപ്പോകരുത് മുഹമ്മദിന്റെ പേർ. സൗമ്യത്തോടെ, വിനയത്തോടെ 80 രാഷ്ട്രത്തിന്റെ പ്രതിനിധിമാരോട് പ്രതിപക്ഷ ബഹുമാനത്തോടെ സംസാരിച്ചിരുന്ന പ്രിയപ്പെട്ട മുഹമ്മദ് അലി ജൗഹർ ഒറ്റ മേശയുടെ ചുറ്റിലിരുന്നു കൊണ്ട് തന്റെ കൈ ആഞ്ഞടിക്കുകയാണ്. മിസ്റ്റർ ജോർജ്, ഞാൻ പറയുന്നത് കേൾക്കണേ. ഞാൻ എന്റെ മതം ഏതാണെന്നാണ് നീ അറിയേണ്ടത്. എന്റെ മതം ഇസ്ലാമാണ്. ഞാനൊരു മുസ്ലിമാണ്. ഐ ആം മുസ്ലിം. ഇതാ മിസ്റ്റർ ജോർജ്, അടുത്ത് ഞാൻ പറയാൻ പോകുന്നത് കേൾക്കണേ. എന്റെ നാട് ഏതാണെന്നാണോ? എന്റെ നാട് ഭാരതമാണ്. ഞാൻ അതിന് വേണ്ടി സംസാരിക്കാനാണ് നിന്റെ ഈ ഒറ്റമേശയുടെ ചുറ്റിൽ ഇരുന്നത്. ഇവിടുന്ന് പോകുമ്പോൾ ഭാരതക്ക് വേണ്ടി സ്വാതന്ത്ര്യം വാങ്ങിയിട്ടല്ലാതെ പ്രിയപ്പെട്ട ജൗഹർ മടങ്ങില്ല. ഓ മുതഅല്ലിമീങ്ങളെ, പഠിക്കണം നമ്മൾ. അങ്ങനെ തന്റെ ആവേശഭരിതമായ പ്രഭാഷണത്തിന്റെ ഇടയിൽ കൊഴിഞ്ഞു വീണുകയാണ്. ബോധയുടെ അവസ്ഥ ഇല്ലാതാകുന്ന സമയത്ത് പോലും ഇന്ത്യക്ക് വേണ്ടി സംസാരിച്ചു എന്ന് മാത്രമല്ല, മുത്തു ഹബീബിനെ ഞാൻ കാണുന്നുണ്ട് എന്ന് പറഞ്ഞു. അതെല്ലാം പറയുന്നതിനടുത്ത് ആ ചരിത്രയുടെ അവസാനത്തിൽ പറയുന്നു, എന്റെ ഹബീബിനോട് എന്നെ ചേർത്ത് പിടിക്കാൻ കാരണം പ്രിയപ്പെട്ട ജൗഹറിന് ഇത്രയും ധൈര്യവും ഇത്രയും സംസാരിക്കാനുള്ള ചങ്കൂറ്റം എന്നത് എന്റെ പ്രിയപ്പെട്ട മാതാവ് ബേഗമായിരുന്നു എന്ന്. അതാ അവിടുന്ന് പോരാളി എന്ന് മാത്രമല്ല, നമ്മുടെ മഹാത്മാഗാന്ധിജി പറഞ്ഞു, ഇന്ത്യക്ക് വേണ്ടി പോരാളിയ, ഇന്ത്യക്ക് വേണ്ടി സംസാരിച്ച ഒരുപാട് വ്യക്തികളുടെ ചരിത്രങ്ങൾ എനിക്ക് എഴുതി വെക്കാനുണ്ടെങ്കിൽ എനിക്ക് ആദ്യമായി ഒരു പേര് എഴുതാനുണ്ട്. അത് മുഹമ്മദ് അലി ജൗഹർ. മുഹമ്മദ് അലി ജൗഹർ. ഇൻഷാ അല്ലാഹ് എനിക്ക് മുഹമ്മദ് അലി ജൗഹറിന്റെ ചരിത്രം നിങ്ങൾക്ക് ഇനിയും പഠിക്കാനുണ്ട്. എവിടെയും തൊട്ടിട്ടില്ല, അല്പഭാഗം മാത്രം തൊട്ടിട്ടുള്ളൂ. മാത്തായ സ്ഥാപനയിൽ കന്നഡ ലൈബ്രറി ഇവിടെയുണ്ട്. കിട്ടുന്ന സമയത്തൊക്കെ സ്വാതന്ത്ര്യ പോരാട്ടത്തിന് വേണ്ടി ഓടി നടന്ന ഒരുപാട് നല്ല മഹത്തുക്കൾക്ക് വേണ്ടി വാങ്ങിവെച്ച മക്തബിൽ അതവിടെ ഉറങ്ങിക്കിടക്കാൻ പാടില്ല. സമയം കിട്ടുമ്പോൾ മുതഅല്ലിമീങ്ങളെല്ലാം പോയി ഇസ്ലാമിന്റെ പേരിലുള്ള മുസ്ലിം പണ്ഡിതന്മാർ, മുസ്ലിം നേതാക്കൾ ഇന്ത്യയുടെ മണ്ണിലേക്ക് വേണ്ടി പോരാടിയ ചരിത്രം പറയാൻ ഞങ്ങൾക്കുണ്ടെങ്കിൽ ഒന്ന് കേൾക്കോ. ഇന്ത്യയുടെ ഭാരതയുടെ സ്നേഹം മുസ്ലിമീങ്ങൾക്ക് പഠിക്കാൻ, പഠിപ്പിക്കാൻ ഒരാളും ഇങ്ങോട്ട് വരേണ്ടതില്ല, ഒരാളും ഇങ്ങോട്ട് വരേണ്ടതില്ല. ഞങ്ങൾ ജൗഹറിന്റെ മക്കളാണ്, ഞങ്ങൾ ജൗഹറിന്റെ മക്കളാണ്. ഭാരത് മാതാ കി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.